കൊടൈക്കനാലിൽ അധികം മലയാളികൾ പോയിട്ടില്ലാത്ത പള്ളങ്കി എന്ന് പറയുന്നൊരു ഗ്രാമമുണ്ട്. അപ്പോൾ പോയാലോ? കൊടൈക്കനാൽ ബസ് സ്റ്റാൻഡിൽ നിന്നും വൈകുന്നേരം 5:30 ബസ്സിനാണ് നമ്മൾ പള്ളങ്കിയിലേക്ക് പോകുന്നത്. ഇവിടെ പിന്നെ ഏതോ റൂട്ടിൽ പോയാലും ഇതേപോലത്തെ കാഴ്ചകളുണ്ട്. കൊടൈക്കനാലിൽ നിന്നും ഇവിടേക്ക് 10 കിലോമീറ്ററിനടുത്ത് ദൂരം മാത്രമേ വരാനുള്ളൂ. ഇന്നലെ രാത്രി ഈ ഒരു ടെന്റ് സ്റ്റേയിലാണ് നമ്മൾ നിന്നത്. ഇതൊരു മലയുടെ മുകളിലാണ്, അതേപോലെ തന്നെ സഫർജൽ തോട്ടത്തിന്റെ നടുവിലും. ഇന്നലെ രാത്രി അത്യാവശ്യം നല്ല തണുപ്പും ഉണ്ടായിരുന്നു. ഇവിടെ അടുത്തൊരു വ്യൂ പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. ഇവിടുന്ന് നോക്കിയാൽ പൂമ്പാറയും പൂണ്ടിയും ഒക്കെ കാണാനുണ്ട്. അതേപോലെ തന്നെ മഴക്കാലത്താണെങ്കിലേ ആ കാണുന്ന മലയുടെ മുകളിലൊക്കെ ഇങ്ങനെ വെള്ളച്ചാട്ടങ്ങളും ഉണ്ടാവും. എന്തായാലും നല്ല പോലെ കഷ്ടപ്പെട്ടിട്ടാണ് ഇതേപോലെ കല്ലുകൾ ഇങ്ങനെ അട്ടിവെച്ചിട്ടുള്ളത്. പിന്നെ വേറൊരു കാര്യവും കൂടെ പറഞ്ഞു തരാം. ഇവിടെയൊന്നും ചിലപ്പോൾ ഒരു മലയാളി പോലും വന്നിട്ടുണ്ടാവില്ല. പള്ളങ്കി എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഒരുവിധം എല്ലാ സ്ഥലത്തും സഫർജൽ തോട്ടങ്ങളാണ്. സീസൺ ആവുന്ന സമയത്ത് ഇങ്ങോട്ട് വന്നാൽ വേറെ ലെവലായിരിക്കും. സഫർജൽ തോട്ടവും കോടമഞ്ഞും തണുപ്പും എന്ന് വേണ്ട ഒരുവിധം എല്ലാ വൈബും നമുക്കിവിടെയും ആസ്വദിക്കാൻ പറ്റും. കൊടൈക്കനാലിൽ വരുന്ന സമയത്ത് പ്രധാന സ്ഥലങ്ങളൊക്കെ കണ്ട് തിരിച്ചു പോകുന്നതിന് പകരം ഈ ഒരു പള്ളങ്കിയിലേക്കും കൂടി നിങ്ങളൊന്ന് വരണം. ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ഫ്രീ 20 യൂട്യൂബ് ചാനലിൽ വന്നിട്ടുണ്ട്. അപ്പം നേരെ പള്ളങ്കി കാണാൻ പോവല്ലേ.